നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എലി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവഭാവമാണ്, ജീവനാണ്. ആ നമ്മുടാകുന്ന വാഹനത്തിൽ ഈശ്വരൻ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ ശരീരം ഈശ്വരൻ്റെ വാഹനമാണ്. അപ്പോൾ നമ്മുടെ ശരീരം എലിയുടെ സ്ഥാനത്തിരിക്കുന്നു. നമ്മുടെ ശരീരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈ ജീവിതയാത്ര നടത്തുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനെയാണ്? നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയാണ്. ജീവനുള്ള എല്ലാ ജീവികൾക്കും മരണത്തെ ഭയമാണ്. അപ്പോൾ ഈ കാലസർപ്പം സർപ്പം എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ മരണമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ആ മരണഭീതി വരുമ്പോൾ നമുക്ക് ഈശ്വരബോധം മറഞ്ഞു പോകും. നമ്മുടെ മുകളിൽ ഗണപതി യാത്രയാണ്, ഭഗവാൻ യാത്രയാണെന്നുള്ള ബോധം നമ്മൾ മറഞ്ഞു പോകുന്നു. ആത്മബോധം നഷ്ടപ്പെട്ടു പോകുന്നു. ആ മരണഭീതി കൊണ്ട് ആത്മബോധം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തൻ്റെ ആത്മാനന്ദം നഷ്ടപ്പെടുന്നു. ആത്മബോധം നഷ്ടപ്പെടുന്നതുകൊണ്ട് ആത്മാനന്ദം നഷ്ടപ്പെടുന്നു. ആത്മാനന്ദം നഷ്ടപ്പെടുന്നതാണ് ഗണപതിയുടെ വയറ് പൊട്ടി ആ ബോധം എല്ലാം പുറത്തു പോയി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാനന്ദം വീണ്ടെടുക്കാനുള്ള ശ്രമം, ഈ ആത്മാനന്ദം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ലോകത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ നേടാൻ സാധിക്കുന്നില്ല. ആത്മാനന്ദം കിട്ടാൻ വേണ്ടി കല്യാണം കഴിച്ചതുകൊണ്ടോ, കുട്ടികളുണ്ടായതുകൊണ്ടോ, സ്ഥാനമാനങ്ങൾ കിട്ടിയതുകൊണ്ടോ, പദവി കിട്ടിയതുകൊണ്ടോ, പണം കിട്ടിയതുകൊണ്ടോ ഒന്നും ആത്മാനന്ദം കിട്ടത്തില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അത് ആത്മാനന്ദത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വിഫലമായ ശ്രമങ്ങളാണിതൊക്കെ. അപ്പോൾ ഈ ശ്രമങ്ങളെ കാണുമ്പോൾ, ഈ ശ്രമത്തിനൊക്കെ സാക്ഷിയായിട്ട് ഇതിനൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ മനസ്സാക്ഷിയെ എങ്ങനെ നമ്മൾ ചിത്രീകരിക്കും? മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം അമൂർത്തമായ സാധനമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും? അപ്പം ജ്യോതിഷം വേദത്തിൻ്റെ ഭാഗമാണ്. ജ്യോതിഷം പണ്ട് എല്ലാവരും പഠിച്ചിരുന്ന വിഷയമാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പരിഹാസ്യമായിട്ട് വല്ലതും ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പോഴും പണ്ട് പലരെല്ലാവരും പഠിക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയമാണ് ജ്യോതിഷം. ജ്യോതിഷത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്നതിനെ മനസ്സിൻ്റെ കാരകനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മനഃക്കാരകനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ് ചന്ദ്രൻ എന്നുള്ളത്. അപ്പോൾ ആ മനസ്സിൻ്റെ പ്രതീകമായിട്ടുള്ള ചന്ദ്രനെ കൊണ്ട് മനസ്സാക്ഷിയെ കൂടി സൂചിപ്പിക്കും. ഈ മനസ്സാക്ഷി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ പ്രവൃത്തികളുടെ വിഫലതയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആത്മാനന്ദം വീണ്ടെടുക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ, ആ പ്രയത്നങ്ങളുടെ നിഷ്ഫലത, ഇതെല്ലാം മനസ്സാക്ഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സാക്ഷി നമ്മളെ തന്നെ പരിഹരിക്കുന്നു. നമ്മളെ തന്നെ മനസ്സാക്ഷി പലപ്പോഴും പരിഹസിക്കും. നമ്മുടെ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട്, തെറ്റുകൾ കണ്ടിട്ട്, നമ്മുടെ തെറ്റുകൾ കണ്ടിട്ട് മനസ്സാക്ഷി നമ്മളെ പരിഹസിക്കും. അപ്പോൾ അങ്ങനെ മനസ്സാക്ഷി പരിഹരിക്കുമ്പോൾ നമുക്ക് സഹിക്കണില്ല. അതുകൊണ്ട് മനസ്സാക്ഷി പരിഹസിക്കുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മൾ ആരെയും പരിഹസിച്ചാലും, അത് നമ്മളെ തന്നെയാണെങ്കിൽ പോലും, പരിഹസിക്കുന്നവൻ പരിഹാസ്യനായി തീരും എന്നുള്ളതാണ് കർമ്മ നിയമം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ മറ്റൊരാളെ പരിഹസിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള പരിഹാസപാത്രമായി തീരും. അപ്പോൾ അത് ആ ഒരു ശാപം കൊടുക്കുന്നതാണ് കഥ. നമ്മളെ പരിഹസിക്കുന്നത് എത്രത്തോളം നമുക്ക് ദോഷം ചെയ്യും, അത് തന്നെ നമുക്ക് അതേ ഫലം തന്നെ നമുക്ക് തിരിച്ച് കിട്ടും എന്ന് കാണിക്കുന്നു ഈ കഥ.